സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമംഗളായിടാമു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ അഗാധ നീലവാനമോ കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യതേ നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം. വാക്കുകൾ അപ്രധാനമാണ്, ചിന്തകൾ ജീവിക്കുന്നു, അത് ദൂരം സഞ്ചരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ആരാ സ്വാമി വിവേകാനന്ദൻ? കേട്ടിട്ടുണ്ടോ? അതെ, പറഞ്ഞ ശരി, ഒന്നുകൂടെ പറഞ്ഞേ. അതെ, നവോത്ഥാന നായകൻ. ആ വാക്കുകൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിച്ചാൽ അതേറെ പ്രസക്തമാണ്. നമ്മൾ ഈ ഭാരതം എന്ന രാജ്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ, അന്താരാഷ്ട്ര യോഗാ ദിനം. നാളെയാണ്. പക്ഷേ നമ്മൾ ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് ഇന്ന് ആഘോഷിക്കുന്നു. നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും എല്ലാം ഒരുമിച്ച് മുന്നേറണം എന്നുള്ളതാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ആലോചന. നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക, മനസ്സിനെ ഏകാഗ്രമായി നിർത്തുക, അതോടൊപ്പം ശരീരത്തിന് വേണ്ട വ്യായാമം കൊടുക്കുക, ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസം പൂർണ്ണമാകുക. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നു. സ്കൂളിൽ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്? പഠിക്കുന്ന 2-3 വിഷയങ്ങളുടെ പേരൊന്ന് പറഞ്ഞു.
അതെ. അപ്പോൾ ഈ സയൻസും സോഷ്യൽ സ്റ്റഡീസും മാത്സും ഇംഗ്ലീഷും പഠിക്കാൻ മാത്രമാണോ നമ്മൾ ഈ സ്കൂളിലേക്ക് വന്നേക്കുന്നത്? അല്ല, അത് പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. കാരണം നമ്മുടെ പുറത്തോട്ട് ഇറങ്ങുമ്പം എന്തുകൊണ്ടാണ് രാവിലെ മഴ പെയ്യുന്നതെന്നും സൂര്യൻ ഉദിക്കുന്നതെന്നും സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങളോട് പറയും, നന്നായിട്ട് വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചു വരണം, മുടി വെട്ടണം, നഖം വെട്ടണം, ബാത്റൂം ഉപയോഗിക്കുമ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, പുറത്ത് കടലാസുകൾ ഇടരുത്, താഴെ വീണ കടലാസുകൾ പെറുക്കി അതിനുള്ള വേസ്റ്റ് ബിന്നിലിടണം, വൃത്തിയായിട്ട് ആഹാരം കഴിക്കണം, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ആഹാരം കഴിച്ച ശേഷം കൈ കഴുകണം. ഇതൊക്കെ നമ്മൾ സ്കൂളിലായി 10 കൊല്ലം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം. അപ്പോൾ ഈ സ്വഭാവങ്ങൾ നമ്മൾ രൂപീകരിച്ച് വരുന്നതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് അതതിൻ്റെ സമയത്ത് അതൊരു ശരിയായി ഉപയോഗിക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക, ഇതൊക്കെ നമ്മുടെ ഭാവിയിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ പല പല വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പല പേരുകളിൽ നമ്മൾ ഈ ചിന്തകളെ വിളിക്കുന്നു. മെഡിറ്റേഷൻ, തപസ്, ധ്യാനം, യോഗ, എന്ത് പേരിൽ വിളിച്ചാലും നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക, ശരീരത്തിൻ്റെ ആരോഗ്യം അതോടൊപ്പം തന്നെ കൊണ്ടുപോവുക, നല്ല കുഞ്ഞുങ്ങളായി ആരോഗ്യമുള്ള സമൂഹമായി മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളരുക, സമൂഹത്തിൽ ഏറ്റവും മികച്ചവരായി മുന്നോട്ട് പോവുക. ഇത്രയും ചിന്തകളാണ് നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടത്, പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടത്. ഈ ചിന്തകൾ നമ്മൾ ഇന്ന് ഈ യോഗാ ദിനം ആചരിക്കുമ്പോൾ സ്കൂളിൽ എല്ലാവരും ചേർന്ന് യോഗ സാർ റെഡിയായതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇന്നത്തെ ദിവസത്തെ പ്രത്യേക യോഗ പരിശീലനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ചിന്തകളെല്ലാം നമുക്ക് ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് ആചരിക്കാം. ഇന്ത്യയോടൊപ്പം ലോകത്തോടൊപ്പം ഈ ദിവസം ആചരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.